ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ട സാഹചര്യം ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായതായി പ്രതിപക്ഷ പാർട്ടികൾ. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ ഇന്ന് നടന്നു. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ലോക്സഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ സുരക്ഷാ വീഴ്ച, എംപിമാരുടെ സസ്പെൻഷൻ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം ആരംഭിച്ചു. കോൺഗ്രസ്, തൃണമൂൽ, ഡിഎംകെ, ജെഡിയു അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. തുടർന്ന് ആദ്യ മിനിറ്റിൽ തന്നെ സഭാധ്യക്ഷൻ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന സംഭവങ്ങളാണ് ഉണ്ടായത്. ആദ്യം 2 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചപ്പോഴും പ്രതിഷേധം തുടർന്നതിനാൽ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. മംഗലപുരത്താണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും കേന്ദ്രമന്ത്രി നാളെ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വിവിധ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 650 വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ബിരുദം സമ്മാനിക്കും. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. വിവിധ പദ്ധതികളിലൂടെ നേട്ടങ്ങൾ കൈവരിച്ചവരുടെ പങ്കാളിത്തം പരിപാടി ശ്രദ്ധേയമാക്കുന്നു. പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി ഗുണഭോക്താവും ഓട്ടോമേഷൻ മേഖലയിലെ സംരംഭകനുമായ മലപ്പുറം സ്വദേശി ശ്രീ വിജീഷ് പുളിക്കൽ തന്റെ അനുഭവം ആകാശവാണിയുമായി പങ്കുവയ്ക്കുന്നു. ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ബാങ്ക് മുഖേന അന്വേഷിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അറിയാൻ പറ്റും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നമ്മളെ BOB മുതുവല്ലൂർ ബ്രാഞ്ചിൽ അന്വേഷിക്കുകയും ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ലോണിന്റെ 35% സബ്സിഡി പഞ്ചായത്ത് അടിസ്ഥാനത്തിലും 25% സബ്സിഡി കോർപ്പറേഷനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മേഖലയിലും ഓഫീസുള്ള ആൾക്കാർക്ക് ലഭിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം എന്റെ ഒരു ചെറിയ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണക്കാർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ലോൺ വളരെ ഉപകാരമാണ്. ബാങ്ക് മാനേജർ ഇതിനു വേണ്ടി എനിക്ക് കൂടുതൽ സഹായം ചെയ്യുകയും ഇപ്പോൾ അതിന്റെ ഒരു 75% ഫണ്ട് എനിക്ക് കിട്ടുകയും എന്റെ ഓഫീസിന്റെ പരിപാടികളൊക്കെ ഏകദേശം പൂർത്തീകരിക്കുകയും ഇനി എന്റെ ഭാഗത്തുനിന്നുള്ള ചെറിയ വർക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ 100% അതിന്റെ ഫണ്ട് എനിക്ക് ലഭിക്കുകയും എന്റെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് പുറമെ എന്റെ ഓഫീസിന്റെ വർക്കും പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ അത് നല്ല രീതിയിൽ തന്നെ അത് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളം എല്ലാ നിലകളിലും അഭിമാനകരമായ വളർച്ചയാണ് നേടുന്നതെന്ന് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തര വളർച്ച 2016-ൽ 9.6%, കഴിഞ്ഞ സാമ്പത്തിക വർഷം 17.6% വർദ്ധിച്ചുവെന്ന് മുഖ്യമന്ത്രി ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞു. നവകേരളം സദസ്സ് തുടങ്ങി 28 ദിവസമായിട്ടും ഓരോ ദിവസവും എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഭാഗമായി ഇന്ന് ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ പരിപാടികൾ നടന്നു. കൊല്ലം ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്ര മൈതാനത്ത് അടുത്ത തിങ്കളാഴ്ച നവകേരള സദസ്സ് നടത്താൻ അനുമതി നൽകിയ ദേവസ്വം നടപടി ഹൈക്കോടതി റദ്ദാക്കി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും ആരാധനയെയും പരിപാടി ബാധിക്കുമെന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ട സാഹചര്യം ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യമെന്നും കേസിൽ അപ്പീൽ കൊടുക്കാനുള്ള നടപടികൾ നടക്കുന്നതായും മുഖ്യമന്ത്രി ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അന്വേഷണ സംഘം ചെയ്ത തെറ്റുകളാണ് പ്രതിയെ വെറുതെ വിടാൻ ഇടയാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേസിൽ സംസ്ഥാന സർക്കാർ ആത്മാർത്ഥമായ സമീപനം സ്വീകരിച്ചില്ലെന്നും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സമാപന ചടങ്ങ് പുരോഗമിക്കുകയാണ്. ചലച്ചിത്ര നടൻ പ്രകാശ് രാജാണ് ചടങ്ങിലെ മുഖ്യാതിഥി.
വിഖ്യാത പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി ആജീവനാന്ത സംഭാവനകൾക്കുള്ള പുരസ്കാരം ചടങ്ങിൽ ഏറ്റുവാങ്ങും. മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിൽ ഭിന്നതയെന്ന ആരോപണം തള്ളി ചെയർമാൻ രഞ്ജിത്ത്. അക്കാദമി നേതൃത്വത്തിനെതിരെ സമാന്തര യോഗം നടന്നിട്ടില്ലെന്നും താൻ രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും ശ്രീ രഞ്ജിത്ത് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ അക്കാദമിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും രഞ്ജിത്തിനെതിരായ വിമർശനങ്ങൾ ചിലരുടെ വ്യക്തിപരമായ പ്രശ്നമാണെന്നും മന്ത്രി സജി ചെറിയാൻ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 2-ന് കേരളത്തിലെത്തും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചതാണ് ഇക്കാര്യം. സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ലക്ഷം സ്ത്രീകൾ അണിനിരക്കുന്ന സമ്മേളനത്തിലൂടെ വനിതാ സംവരണ ബിൽ യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ ആദരം നൽകുമെന്നും ശ്രീ സുരേന്ദ്രൻ അറിയിച്ചു. ശബരിമലയിൽ അവധി ദിവസങ്ങളായ ശനി ഞായർ ദിനങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്നത് മുന്നിൽ കണ്ട് ദേവസ്വം ബോർഡ് മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി. നിലവിൽ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പോലീസിന്റെ സഹായത്തോടെ മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ തിരക്ക് നിയന്ത്രണത്തിനായി ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 4600ഓളം ഭക്തജനങ്ങളാണ് ഓരോ മണിക്കൂറിലും 18ാം പടി വഴി അയ്യപ്പ ദർശനം നടത്തുന്നത്. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ആദ്യ 28 ദിവസങ്ങളിൽ 134.44 കോടി രൂപയുടെ വരുമാനമാണ് ലഭിച്ചതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 20 കോടിയിലധികം കുറവാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന് അനുവദിച്ച ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിനിന്റെ ആദ്യ സർവീസ് കോട്ടയത്ത് എത്തിച്ചേർന്നു. ചെന്നൈയിൽ നിന്ന് രാവിലെ 4:30-ന് പുറപ്പെട്ട ട്രെയിൻ വൈകിട്ട് 4:15-നാണ് കോട്ടയത്ത് എത്തിയത്. നാളെ രാവിലെ 4:40-ന് കോട്ടയത്ത് നിന്ന് തിരികെ പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 5:15-ന് ചെന്നൈയിലെത്തും. ഈ മാസം 17, 22, 24 തീയതികളിലും പ്രത്യേക വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തും. ശബരിമലയിലെ തിരക്കിനെ അപവാദ പ്രചാരണത്തിന് ഉപയോഗപ്പെടുത്താൻ ശ്രമം ഉണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവധി ദിവസങ്ങളിൽ തിരക്കുണ്ടാവുന്നത് സ്വാഭാവികമാണ്. ശബരിമലയിൽ എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡും സർക്കാരും തയ്യാറാക്കിയിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം നിലയം നാളെ വൈകിട്ട് 6 മണി മുതൽ നെയ്യാറ്റിങ്കര മീപുരം CSI ദേവാലയത്തിൽ വച്ച് ശാന്തിഗീതം എന്ന പേരിൽ കരോൾ സന്ധ്യ സംഘടിപ്പിക്കുന്നു. പ്രമുഖ ഗായക സംഘങ്ങളാണ് ഈ സംഗീത വിരുന്നിൽ പങ്കെടുക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഡോക്ടർ റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. റുവൈസിന്റെ ജാമ്യഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. കൊല്ലം തേവലക്കരയിൽ വയോധികയെ ദേഹോപദ്രവം ഏൽപ്പിച്ച സംഭവത്തിൽ മരുമകൾ മഞ്ജുമോൾ തോമസിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതി ഉത്തരവ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 969 പോയിന്റ് ഉയർന്ന് 71,483-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 273 പോയിന്റ് ഉയർന്ന് 21,456-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ട സാഹചര്യം ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതായി പ്രതിപക്ഷ പാർട്ടികൾ. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ ഇന്ന് നടന്നു. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.